ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര നമ്മുടെ കോവളം ബീച്ചിലേക്കാണ് കേട്ടോ. ആദ്യം നമ്മൾ ലൈറ്റ് ഹൗസ് ഒന്ന് കണ്ടു. അതിനടുത്തൂടെയുള്ള വഴിയിലാണ് നമ്മൾ പോയത് കേട്ടോ. ഇതാ ലൈറ്റ് ഹൗസിനടുത്തോട് ചേർന്നിട്ട് ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ്. അത്യാവശ്യം നല്ല തിരയായിരുന്നു അന്നത്തെ ദിവസം. കുറച്ച് സമയം ഇവിടെയൊക്കെ നിന്നു. ഇതാണ് ലൈറ്റ് ഹൗസ് കേട്ടോ, കോവളം ലൈറ്റ് ഹൗസ്. സൂപ്പർ അല്ലേ? ഇതാ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ, ഇങ്ങനെ നടക്കുന്നൊരു ഭാഗം. പിന്നെ ഇതാ എൻ്റെ ചേച്ചിയുടെ മോനും എൻ്റെ മോനുമായിട്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. കടൽ തിരകളിലൊക്കെ നന്നായിട്ട് കുളിച്ചു കേട്ടോ അവർ. ഞാനും കാലൊക്കെ നനച്ചു. കടൽ കണ്ട കാല് നനയ്ക്കാത്ത മനുഷ്യരുണ്ടോ? അങ്ങനെ ഇതാ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. കണ്ടോ? വെക്കേഷൻ ടൈമിലായിരുന്നു കേട്ടോ ഞാൻ പോയത്. അപ്പോൾ എടുത്ത വീഡിയോ ആണേ. കടലമ്മ കള്ളി എന്നൊക്കെ എഴുതി വെച്ച് തിര വന്ന് അത് മായ്ച്ചോട്ട് പോകുന്നുണ്ട്. അവർ വീണ്ടും എഴുതുന്നുണ്ട്. പിള്ളേർ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതാ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ. ബീച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു. അന്ന് ഞങ്ങൾ പോയ ദിവസം മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തു. തിരക്ക് ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ പോയ ടൈമിലൊക്കെ തിരക്ക് കുറവായിരുന്നു. ഇത് കണ്ടോ, ഇത് നമ്മുടെ വിഴിഞ്ഞം വന്നൊരു കപ്പലാണേ. വിഴിഞ്ഞത്ത് വന്നിട്ടുള്ള ചരക്ക് കപ്പലാണ് കേട്ടോ. പിള്ളേരൊക്കെ നടന്നു പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. നമ്മുടെ ഈ റീൽസിലൊക്കെ കാണൂലേ, ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാൽപാദം കന്ന് കൂടുതലും നടക്കുന്ന വീഡിയോ ഉള്ളൂ. ഇത് അവിടുത്തെ ഹോട്ടലും ഒക്കെ റെസ്റ്റോറൻറ്റും ഒക്കെയാണ് കേട്ടോ. വലിയ റെസ്റ്റോറൻറ്റും അതിൻ്റെ സൈഡിലൂടെ നടന്നു പോകണം. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് എന്ത് ഭംഗിയല്ലേ. വിദേശികളൊക്കെ വരുന്ന സ്ഥലമല്ലേ, അപ്പോൾ പിന്നെ എല്ലാം നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് കുറച്ച് ദൂരെ പോയി നിന്നിട്ട് ആ ലൈറ്റ് ഹൗസിൻ്റെ വീഡിയോ ഞാൻ എടുത്തത് തന്നെ കേട്ടോ. വിദേശികളൊക്കെ ഉണ്ട് അവിടെ. ഇതവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലുള്ള ചെടികളാണ്. പിന്നെ ഇത് അവിടുത്തെ എന്താണ് ശംഖിലൊക്കെയുള്ള ഒത്തിരി ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. കടകളൊക്കെ കണ്ട് ഇത് അവിടെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഒരു എന്താണ് മസാജിങ് സെൻറ്റർ പോലെയാണത്. സൂര്യൻ ഏകദേശം അസ്തമിച്ച് വരണുണ്ട്. കണ്ടോ? ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നതാ സൂര്യനെ കയ്യിലെടുത്തിട്ടുള്ളൊരു ഫോട്ടോസൊക്കെയാണ് കേട്ടോ. കണ്ടോ? ഇത് നമ്മുടെ കോവളം പള്ളിയുടെ അടുത്തുള്ള ബീച്ചാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പള്ളിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒത്തിരി ലേറ്റ് ആവുന്ന നേരം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നന്നായിട്ട് രാത്രിയായിട്ടുണ്ട്. നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്ത് ഒരുപാട് വെക്കേഷൻ ടൈമല്ലേ, പുറത്തുള്ള ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെയൊക്കെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പുറത്തുള്ള ഏതോ നാട്ടിൽ നിന്ന് വന്ന ഒരു ടൂറിസ്റ്റ് ബസ്സാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ, കോവളത്ത് പോയ വിശേഷങ്ങൾ. വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.